ലോകം തന്നെയും അതിൻ്റെ ദുരാശയും കടന്നു പോകുന്നു. മൃതിയിൽ നിന്നോ നാശത്തിൻ വഴിയിൽ നിന്നോ രക്ഷിപ്പാൻ പണവും പദവിയും ഒരു നാളും തുണയിവിടാർക്കും നൽകില്ല. നരകമൊരുക്കും ദുരിതത്തിൻ കുഴിയിൽ വീണു നശിക്കായ്വാൻ ഉയിരും വഴിയും സത്യവുമാം ഈശനിലാശ്രയമർപ്പിക്കാം. എന്തെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നു. അനുതാപികളെ സ്നേഹിക്കും അനുകമ്പാർദ്രിതമാനസനെ പാപിക്കഭയം നൽകും നിൻ പാവനനാമം വാഴ്ത്തുന്നേ. ദുഃഖദുരാശകളെൻ മുൻപിൽ ദുരിതം വാരി വിതയ്ക്കുമ്പോൾ കർത്താവേ നിൻ സ്നേഹത്തിൻ തണലിലെനിക്കിടമരുളണമേ. ദൈവമേ, എന്നിൽ നിന്ന് അകന്നു പോകരുതേ. നീതിജ്ഞന്മാർ പോലും നിൻ ഭവനം കാണാതുഴറുമ്പോൾ നാഥാ നിൻ തൃപ്പദാരിൽ പാപികളെങ്ങനെ വന്നെത്തും. നീതിവിധിക്കായി നീ വന്നിൻ കർമ്മഗുണങ്ങളളക്കുമ്പോൾ അനുപമമങ്ങേ കാരുണ്യം അഗതികളിവരിൽ തൂകണമേ. കർത്താവ് നല്ലവനാണെന്ന് നിങ്ങൾ രുചിച്ചറിയുവിൻ. പരമോന്നതമാം ത്രിത്വത്തിൻ പരിലാളനയാൽ സ്നേഹന്മാർ രക്ഷാകരമാം സന്ദേശം ലോകം മുഴുവൻ വെളിവാക്കി. വചനം ഞങ്ങളിൽ അന്യോനം വളരാനും ഫലമരുളാനും സ്നേഹന്മാരെ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചിടണമെന്നെന്നും. തിന്മയിൽ നിന്നകന്ന് നന്മ ചെയ്യുക. സത്കർമ്മത്തിൻ പ്രഭയേറും ദീപം കയ്യിലെടുക്കാതെ മണവാളനെ എതിരേറ്റിടുവാൻ പോകുവതങ്ങനെ ആത്മാവേ. ദീപവും എണ്ണയുമില്ലാതെ പോകുവതെങ്ങനെ മണിയറയിൽ ഉൾത്താപത്താലെരിയുകിലേ വിണ്ണു നിനക്കു തുറന്നേകൂ. ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. സകലേശാനിൻ പ്രിയപുത്രൻ ജീവൻ ഞങ്ങൾ കരുളിടുവാൻ ധരയിൽ വന്നു ധരിച്ചല്ലോ അഴിവിയലും മാനവഗാത്രം. കർത്താവേ നിൻ തിരുരക്തം മറുവിലയായി നൽകുകയാ. നരനു നിതാന്തം നൽകി നീ നിത്യായുസ്സിൻ അവകാശം. ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. ജീവന്റെയും മനത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമേ സർവേശ്വര. ഞാൻ പ്രാർത്ഥിക്കും മഹിമയുടെ അന്തിമവിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ നല്ല വെറുത്തു ഫലം ഭാഗേ. കർത്താവേ ഞാൻ ആശ്രയിച്ചു, കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അത്
നൽകുന്നു. ആകാശഭൂമി നിന്റേതാകുന്നു, ആകാശമീ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായസ്സും. അവനാണ് കീർത്തനങ്ങൾ പാടും, മൃതരാം നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിലവരാനന്ദിക്കും കർത്താവേ. നിൻ ചോരിതവും ദൈവശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാപുത്രൻ റൂഹായി മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദ്യം മുതൽ നീക്കുവാമേൻ. തെളിവായി എന്നുടെ നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമെൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. അനുഗ്രഹിക്കുന്നതിന്റെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യുമാറാകട്ടെ. മകനീയ വാരിതൃത്വത്തിനെങ്കിലും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമേ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുതിർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മനസ്സിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമേ സർവേശ്വര. ആമേൻ. നരനായുലകിൽ വന്നു പിറന്ന മൃതിദാനന്ത്യം പരിപാവനമാ ഈശ്വരവിധിയ ഒഴിവില്ലാക്കും. നരനായുലകിൽ വന്നു പിറന്ന മൃതിദാനന്ത്യം പരിപാവനമാ ഈശ്വരവിധിയാൽ ഒഴിവില്ലാക്കും. തനയിൽ നിന്ന് താതിനെ മരണം ദൂരയകറ്റു. നിർദ്ദയമൊരു അമ്മയിൽ നിന്നും മകനെയകറ്റും. നരനായുലകിൽ വന്നു പിറന്ന മൃതിദാനന്ത്യം പരിപാവനമാ ഈശ്വരവിധിയാൽ ഒഴിവില്ലാക്കും. കൈകൾ ചരിക്കില്ലധരമനങ്ങിൽ ഇനിയൊരു നാളും കണ്ണുകളിരുളും കാതുകളടയും കതിനിഴലുയരും. നരനായുലകിൽ വന്നു പിറന്ന മൃതിദാനന്ത്യം പരിപാവനമാ ഈശ്വരവിധിയാൽ ഒഴിവില്ലാക്കും. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവിയകത്തുനിന്ന് ഞാൻ വിളിക്കുന്നു. കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചന പക്കലെന്നാകുന്നുവല്ലോ. കർത്താവേ, ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷയുടെ വാഗ്ദാനത്തിലാകുന്നു. ദുർബലവാൻ കാത്തിരിക്കുന്ന കർത്താവേ പോലെ കർത്താവേ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവൻ കാത്തിരുന്ന കവിക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു.
പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിന്റെ പാപങ്ങളെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആശ്രയിച്ച കർത്താവേ, ആ ശബ്ദം മകനീയമായ നീതിവിതര ദിവസത്തിന്റെ പ്രിയപ്പെട്ട ഈ ദാസനെ വിളിക്കുന്നതിന് വർദ്ധമാൻ നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞ നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, മരിച്ചവരെയാപുറം ജയിപ്പിക്കണമേ, ജീവിക്കുന്നവരെയാപുറം പരിപാലിക്കണമേ. പുത്രനും ദേശിച്ച മരണമടഞ്ഞവരെ നീ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെ മനത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സർവശക്തനായ ദൈവമേ, വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും ഉപേക്ഷാലും അറിഞ്ഞും അറിയാതെ നിന്റെ പ്രിയപ്പെട്ട ദാസത്തിലെല്ലാ പാപങ്ങളും മോചനം നൽകി നീതിമാന്മാർ വസിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് പ്രിയപ്പെട്ട ഈ പിതാവിനെ നീ പ്രവേശിപ്പിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാക്കിയ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മനത്തിലെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്നേക്കും. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകൃതിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ, നല്ലവരത്ത് വലം ഭാഗേ. ആകാശവും ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. അവന്റെ സന്തോഷത്തിൽ അവൻ ആനന്ദിക്കും. കർത്താവേ, നിൻ സോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പുത്രൻ റൂഹായി മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മാലാഖമാരാൽ സ്തുതിക്കപ്പെടുകയും മനുഷ്യരാൽ പുകഴ്ത്തപ്പെടുകയും ചെയ്ത കർത്താവേ, നിന്റെ തിരുനാമത്തെ വാഴ്ത്തുവാനും നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുവാനുമായി മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ ഈ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്നേക്കും. കർത്താവേ, അനുഗ്രഹിക്കണമേ. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ കർത്താവേ, നിന്റെ ദയാധികത്താൽ ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്നേക്കും. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ, വാഴ്ത്തിയിടുന്നേ. ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ, വാഴ്ത്തിയിടുന്നേ.
വരുന്നു വാനവഗാനം, പൂഴിയിൽ നിന്നും മൃതരുണരുന്നു നിത്യവിരുന്നിൻ പുലരി വരുന്നു. മനുഷ്യനു ജന്മം നൽകിയ നാഥാ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ, വാഴ്ത്തിയിടുന്നേ. ഒരു മോഹനമാ പുലരിയിൽ നാഥ, പൂങ്കതിരണിയും സുഹൃതികളോടെ നാഗം ചേരാ വരമരുളേണം. മനുഷ്യനു ജന്മം നൽകിയ നാഥാ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ, വാഴ്ത്തിയിടുന്നേ. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ. നിന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കണമേ. ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. കർത്താവേ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആസന്നെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം അഗ്നിയുമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ പ്രിയദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യണമേ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, മനുഷ്യരെ കാരുണ്യപുറം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപുറം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പന അനുസരിച്ച് മരണം വഴി ലോകത്ത് നിന്ന് വേർപിരിഞ്ഞു പോയ നിന്റെ പ്രിയദാസന്റെ ആത്മാവിനെ വിശുദ്ധയുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് അനയിക്കുവാൻ വാനമേഘങ്ങളിൽ നിന്ന് പ്രത്യക്ഷനാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനത്തിലേക്ക് ഞങ്ങളുടെ പ്രിയ സഹോദരനെ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടി പുകഴ്ത്തുവാൻ നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഈ ആത്മാവിന്റെ കടങ്ങളും കറകളും കഴുകി വിശുദ്ധീകരിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കഷ്ടത തൻ നടുവിൽ ഞാനെന്നോതിയ വേളയിലും കർത്താവിൽ മാമക ശരണം വയ്ക്കുകയായി ഞാൻ. കഷ്ടത തൻ നടുവിൽ ഞാനെന്നോതിയ വേളയിലും കർത്താവിൽ മാമക ശരണം വയ്ക്കുകയായി ഞാൻ. അരുളി ഞാൻ എൻ വിഭ്രാന്തിയിൽ അറിവില്ലാതെ വഞ്ചകരാണഖില ജനങ്ങളുമെന്നായി മെല്ലെ. അരുളി ഞാൻ എൻ വിഭ്രാന്തിയിൽ അറിവില്ലാതെ വഞ്ചകരാണഖില ജനങ്ങളുമെന്നായി മെല്ലെ. കഷ്ടത തൻ നടുവിൽ ഞാനെന്നോതിയ വേളയിലും കർത്താവിൽ മാമക ശരണം വയ്ക്കുകയായി ഞാൻ.
വർഷങ്ങൾക്കായി എന്തൊരു പ്രത്യുപകാരം നൽകാൻ കഴിയുമെനിക്ക്. കർത്താവിനുദിർത്തൊരനുഗ്രഹ വർഷങ്ങൾക്കായി എന്തൊരു പ്രത്യുപകാരം നൽകാൻ കഴിയുമെനിക്ക്. രക്ഷാചഷകം കയ്യിലെടുത്തു നടക്കും ഞാനെൻ കർത്താവിൻ പാവനനാമം ചൊല്ലി വിളിക്കും ഞാൻ. രക്ഷാചഷകം കയ്യിലെടുത്തു നടക്കും ഞാനിൻ കർത്താവിൻ പാവനനാമം ചൊല്ലി വിളിക്കും ഞാൻ. കഷ്ടത തൻ നടുവിൽ ഞാനെന്നോദിയ വേളയിലും കർത്താവിൽ മാമക ശരണം വയ്ക്കുകയായി ഞാൻ. കർത്താവേ, നിൻ സകല ജനങ്ങൾക്കിടയിലിരുന്ന് ഒന്നൊഴിയാതെന്നുടെ നേർച്ചകൾ കാഴ്ചയണയ്ക്കും ഞാൻ. കർത്താവേ, നിൻ സകല ജനങ്ങൾക്കിടയിലിരുന്ന് ഒന്നൊഴിയാതെന്നുടെ നേർച്ചകൾ കാഴ്ചയണയ്ക്കും ഞാൻ. വിശ്വാസത്തിൽ ജീവിപ്പോരുടെ മരണം പാർത്താൽ നാഥൻ തന്നുടെ ദൃഷ്ടിയിലേറെ അമൂല്യമതാമല്ലോ. വിശ്വാസത്തിൽ ജീവിപ്പോരുടെ മരണം പാർത്താൽ നാഥൻ തന്നുടെ ദൃഷ്ടിയിലേറെ അമൂല്യമതാമല്ലോ. കഷ്ടത തൻ നടുവിൽ ഞാനെന്നോദിയ വേളയിലും കർത്താവിൽ മാമക ശരണം വയ്ക്കുകയായി ഞാൻ. വരുവിൻ ധന്യവിശുദ്ധന്മാരെ, രക്ഷണമിയാൾക്കു നൽകാൻ. വരുവിൻ വാനവവൃന്ദമിയാളെ എതിരേൽക്കാനതിമോദം. വഹിക്കുവിൻ കരതാരിലിയാളുടെ ആത്മാവിനെ നിങ്ങൾ. പരമോന്നതന കർത്താവിൻ തിരു സന്നിധി ചേർത്തിടുവിൻ. വഹിക്കുവിൻ കരതാരിലിയാളുടെ ആത്മാവിനെ നിങ്ങൾ. പരമോന്നതന കർത്താവിൻ തിരു സന്നിധി ചേർത്തിടുവിൻ. സന്നിധി ചേർത്തിടുവിൻ. വരുവിൻ ധന്യവിശുദ്ധന്മാരെ, രക്ഷണമിയാൾക്കു നൽകാൻ. വരുവിൻ മാനവവൃന്ദമിയാളെ എതിരേൽക്കാനതിമോദം.
സുതനും ഞങ്ങളുടെ രക്ഷകനാകും ഈശോകൻ തിരുമേനിയും ആത്മാവും ദൈവത്വവും അർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ
ദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ.
സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാൺമതുള്ളൂ. സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാൺമതുള്ളൂ. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. അപരൻ ചെയ്യും അപരാധം അറിവോടാകെ ക്ഷമിച്ചിടുകിൽ സ്വർഗപിതാവാം സകലേശൻ മാപ്പരുളിയിടും നിങ്ങൾക്കും. പരനുടെ തെറ്റു പൊറുക്കായിൽ വീണ്ടും മാപ്പിഹ നൽകില്ല. പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം ചത്തതാകുന്നു. ഉൾത്തട്ടിൽ നിന്നുയരാതെ വായ്ത്തോളം പോലനു നിമിഷം കർത്താവേ എന്നൊരു വിട്ടാൽ സ്വർഗം നിങ്ങൾ നേടില്ല. താതഹിതം നിറവേറ്റിടണം നിന്നിൽ മകുടമണിഞ്ഞിടാ. നിങ്ങൾ ലോകത്തെയും അതിലുള്ള ഒന്നിനെയും സ്നേഹിക്കരുത്. ധനമോഹത്തിൽ വീണെരിയും ധനവാൻ സ്വർഗ കവാടത്തിൽ പോകുവതേക്കാൾ അതിസുഗമം ചെറിയൊരു സൂചിക്കുഴവഴിയാൽ ഒട്ടകമൊത്തു നടന്നകലും വിസ്തൃത വീതിയിലെന്നതുപോ. ഈശോ മിശിഹ പാപികളെ രക്ഷിക്കാനായി ലോകത്തിൽ വന്നു. ആരോഗ്യത്തിൽ സമ്പന്ന വിരയുകയില്ല ചികിത്സകനെ. രോഗികളോ തൽപദമണയും പാപികളഭയം തേടുന്നു. പരമോദാരഭിഷഗ്വരനാം മശിഹാനാഥനിലനുവേലം. വൃക്ഷം അതിന്റെ ഫലങ്ങൾ കൊണ്ട് അറിയപ്പെടുന്നു. സദ്വചനത്തിൻ മാധുര്യം
ദുർമതിയിൽ നിന്നൊരു നാടും നുകരാനിടയിൽ ഇവിടാരും. അധരം നിതരാം ഹൃദയത്തിൻ തികവിൽ നിന്നും വാക്കുകൾ തൻ തിരുനാളങ്ങൾ ഉയർത്തുന്നു. സ്നേഹം ദൈവത്തിൽ നിന്നാകുന്നു. നിങ്ങളിലേക്ക് എൻ സ്നേഹത്തിൻ നീരുറവൊഴുകി നിറഞ്ഞതുപോൽ നിങ്ങളനാകുലരന്യോന്യം സ്നേഹാഗ്രതയിൽ വളരേണം. നവമീ കൽപ്പന ഞാനിപ്പോൾ നൽകുന്നേനതു പാലിപ്പിൻ. കർത്താവായ ദൈവമേ, ഞങ്ങൾ നിന്നെ മറന്നതിനാൽ ലോകവും അതിലെ താൽക്കാലിക മേന്മയും ഞങ്ങളുടെ മേലാധിപത്യം പുലർത്തിയെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. എന്നാൽ ലോകത്തിന്റെ സമ്പത്തും പ്രൗഢിയുമെല്ലാം കുഴിമാടത്തോടെ അവസാനിക്കുമെന്ന സനാതന സത്യം ഞങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു. ഞങ്ങൾ ധൂർത്തപുത്രനെ പോലെ കരുണ യാചിച്ചുകൊണ്ട് മടങ്ങിയെത്തുന്നു. ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായോട് ചേർന്ന് ഞങ്ങളുടെ വിശ്വാസം ഏറ്റുപറയുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, കരുണയുണ്ടാകണമേ. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു. നിന്റെ സമയം അറിയില്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും നീ, നിന്റെ സമയം അറിയില്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും നീ. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു. ഭൂതലമൊരു സത്രം മാത്രം, സ്വർലോകമല്ലോ നിത്യഗേഹം. ഈ ഭൂതലമൊരു സത്രം മാത്രം, സ്വർലോകമല്ലോ നിത്യഗേഹം. മരണമീ മണ്ണിലെ അന്ത്യനിദ്ര വിണ്ണിലുണർന്നീടും പുണ്യനിദ്ര.
ഭൂമി മണ്ണിലെ അന്ത്യനിദ്ര വിണ്ണിലുണർന്നീടും പുണ്യനിദ്ര മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു നിന്റെ സമയം അറിയില്ലല്ലോ ഉണർന്നിരിക്കൂ നിത്യവും നീ യാത്ര നിത്യത തേടും പുണ്യയാത്ര ഈ ജീവിതമൊരു തീർത്ഥയാത്ര നിത്യത തേടും പുണ്യയാത്ര നിത്യജീവൻ നേടാൻ ദിവ്യമുദ്ര വേണം ആത്മാവിൽ ദൈവീക മുദ്ര വേണം നിത്യജീവൻ നേടാൻ ദിവ്യമുദ്ര വേണം ആത്മാവിൽ ദൈവീക മുദ്ര വേണം മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു നിന്റെ സമയം അറിയില്ലല്ലോ ഉണർന്നിരിക്കൂ നിത്യവും നീ നിന്റെ സമയം അറിയില്ലല്ലോ ഉണർന്നിരിക്കൂ നിത്യവും നീ ഉണർന്നിരിക്കൂ നിത്യവും നീ ഉണർന്നിരിക്കൂ നിത്യവും നീ സ്നേഹമുള്ളവരെ, നമ്മിൽ നിന്നും വേർപെട്ടു പോയ പ്രിയപ്പെട്ട കുഞ്ഞാക്കോ ചേട്ടൻ്റെ മൃതസംസ്കാര ശുശ്രൂഷയിൽ നമ്മൾ പങ്കുചേരുകയാണ്. പ്രത്യേകമായിട്ട്
ഈ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ കർമ്മങ്ങളിൽ സംബന്ധിക്കാം. ദൈവം ഈ കഴിഞ്ഞ 86 വർഷക്കാലം ഇദ്ദേഹത്തിന് ചൊരിഞ്ഞ കൃപകളെ ഓർത്ത്, കാരുണ്യത്തെ ഓർത്ത് നമുക്ക് പ്രത്യേകമായി ദൈവത്തിന് നന്ദി പറയാം. 86 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിക്കുകയും തന്നാൽ കഴിയുന്ന വിധം ദൈവിക പദ്ധതിയെ പൂർത്തീകരിക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ കുഞ്ഞാക്കോ ചേട്ടൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. മകനും കൊച്ചുമക്കളും എല്ലാവരും, ഇവിടെയും ദൂരത്തുമായിരിക്കുന്ന എല്ലാവരും, ദുഃഖാർത്തരായിരിക്കുന്ന അവരുടെയും ഈ നിമിഷം പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കാം. ഈ ലോക ജീവിതത്തിൽ അദ്ദേഹത്തിൽ നിന്നും അവർ ഉൾക്കൊണ്ട പാഠങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോകുവാനും അവരുടെ ജീവിതത്തിൽ ഇദ്ദേഹത്തിൽ ലഭിച്ച നല്ല മാതൃകകൾ പിന്തുടർന്നുകൊണ്ട് ഈ സമൂഹത്തിനെന്നും നന്മയുള്ളവരായി ജീവിക്കുവാനും സാധിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഒക്കെ നല്ല മാതൃകകൾ അത് വരും തലമുറയ്ക്ക് ഒത്തിരിയേറെ പ്രയോജനപ്പെടും. അതാണ് വരും തലമുറയ്ക്ക് കൂട്ടായിട്ടുള്ളത് എന്നുള്ള ബോധ്യത്തോടുകൂടി നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി എന്നും അധ്വാനിക്കുവാൻ, വിശ്വാസം അതിൻ്റെ തീക്ഷ്ണതയോടെ പകർന്നു കൊടുക്കുവാൻ, അങ്ങനെ ജീവിതത്തിലുടനീളം നന്മകളും കൃപകളും ചൊരിയുന്നവരായി തീരുവാൻ നമുക്കും ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ഈ മൃതസംസ്കാരത്തിൽ പങ്കുചേരുമ്പോൾ നമ്മുടെ മനസ്സുകളിലും ഉണ്ടാവേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. കാരണം എന്നാണ് നമുക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ നിത്യജീവനിലേക്കുള്ള വഴി ലഭിക്കുക എന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ കൊറോണയുടെ കാലഘട്ടമാണ്. ഒത്തിരിയേറെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളാണ്. സമൂഹ വ്യാപനം ഇല്ലെന്ന് പറഞ്ഞാൽ പോലും, ഇത് ഗവൺമെൻറ് അംഗീകരിച്ചില്ലെങ്കിൽ പോലും അത് നമ്മുടെ ഇടയിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന കാലഘട്ടമാണ്. ഈ അവസരത്തിൽ മരണമെന്ന യാഥാർത്ഥ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ജീവിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ആ ഒരു ബോധ്യത്തോടുകൂടി എന്നും വിശ്വാസതലത്തിൽ ഉറച്ച ബോധ്യമുള്ളവരായി ജീവിക്കുവാനും ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ടെന്നും മുന്നോട്ട് പോകുവാനും അതോടൊപ്പം നന്മകൾ മാത്രം ചെയ്ത് മറ്റുള്ളവരോട് കരുണയും സ്നേഹവും എന്നും നിവർത്തിതമാക്കുന്നവരായി തീരുവാനും നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. അതിനുള്ളൊരു ആഹ്വാനം കൂടി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഈ മൃതസംസ്കാരത്തിൽ സംബന്ധിക്കാം. ഈ ചേട്ടന് ജീവിതകാലത്ത് ഏതെങ്കിലും തരത്തിൽ കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ, തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ദൈവം തമ്പുരാന് പുറത്ത് അവിടുത്തെ വലതു ഭാഗത്ത് നിർത്തണമേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കർമ്മങ്ങളിൽ പങ്കുചേരാം. അനുതപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പനിതീരനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമസസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിന് ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥരായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും
എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീ അല്ലാതെ ആരെനിക്ക് ആശ്രയം? എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധികത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാമാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മത്തിനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസ്യനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായെന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മത്യത പുണരുന്നു. ക്ഷയമുള്ളോനക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിൻ്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദ്യം മുതൽ എന്നേക്കുവാമേ. മഹിമയുടന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെന്നെ നിറുത്തണമേ. നല്ലവരുത്തു വലം ഭാഗേ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിയക്കാർക്ക് എഴുതിയ ലേഖനം. എൻ്റെ സഹോദരരെ, മരിച്ചവരെക്കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം
ഈശോയിൽ മരിച്ചവരെയും അവരോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവേ, എൻ്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തൻ്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മനസാപത്തോടും ഭക്തിയോടും കൊണ്ടുവന്ന് കർത്താവേ, ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിന് നിധ്യാനത്തിന് തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തി മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നതിനുമായ മിശിഹായെ, നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവുപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യ, നീ എന്തിനു കരയുന്നു? വ്യാകുലമാനസനായി എന്തിനു നീറുന്നു? തിരമാലകളാൽ തിങ്ങിമറിഞ്ഞ് ഇളകും കടൽ പോലെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ.
ഭീകരമരണത്തിൻ കാലടി കേൾപ്പു ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമൊരു നാളോർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ഒരു പിടി മണ്ണിൽ നിന്നു തുടക്കം, എങ്ങോ 6 അടി മണ്ണിലേക്കു മടക്കം. ഒരു പിടി മണ്ണിൽ നിന്നു തുടക്കം, എങ്ങോ 6 അടി മണ്ണിലേക്കു മടക്കം. സുഖഭോഗങ്ങൾ കണ്ണിടനാഴികളിൽ മനുഷ്യ അലയുവതെന്തിനു വേണ്ടി? ഒരു പിടി മണ്ണിൽ നിന്നു തുടക്കം, എങ്ങോ 6 അടി മണ്ണിലേക്കു മടക്കം.
മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധിയിലാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും പരിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ശരീരത്തിന് നിന്റെ ദിവ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനം ഒരു വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ, സോപ്പാ കൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളധൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം തന്റെ വലതു ഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ, മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരത്തു വലം ഭാഗേ ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഭാവാപുത്രൻ റൂഹായി പ്രഥനാമിന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മധ്യ ശരീരങ്ങൾ ഉത്ഥാനം നീയേകുന്നു. നാഥ, ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ആമേൻ ആമേൻ എന്ന് ഘോഷിക്കുവിൻ. സർവേശാ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പാപിനിക്ക് പ്രതി കൊടുത്തവളെ വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരോടുകൂടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ,
മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, നാഥനണഞ്ഞിടുമന്തിമനാളിൽ കാരുണ്യമിടും വിധിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. കാരുണ്യമിഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. കറയറ്റവനായി ചിരമഹിമാവിൽ മിന്നി വിളങ്ങും മുഖമൊടുകല്ലറ വിട്ടെഴുന്നേൽക്കും മനുജനു ഭാഗ്യം. കാരുണ്യമിഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. വരിക നിനക്കായാദി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നിതു കേൾക്കും മനുജനു ഭാഗ്യം. കാരുണ്യമിഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചുയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ, എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. എന്തുകൊണ്ടെന്നാൽ എന്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു, ഞാൻ അവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, നിന്റെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. എന്റെ പാപങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു കളയണമേ, എന്റെ തെറ്റുകളെല്ലാം തുടച്ചു മാറ്റുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കുമേ. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചുയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സജീവവും ജീവദായകമായ ശബ്ദത്താൽ ആസനെ ഭജകർത്താവേ, ആ ശബ്ദമഹിനിയുമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ, മരിച്ചവരെ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാർന്നോർസ്ഥലത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിൽ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത് നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. നേരം
മാത്രം ഈയുടുപ്പു മാറ്റുവാൻ രാപ്പകൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ വസിക്കുന്നു. രാപ്പകലാ ദൈവനാമം പാടി പാടി വാഴ്ത്തുന്നു. തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാൺകയത്രേ വാഞ്ചിതം. ഭാരങ്ങൾ കൂടുന്നതിനൊന്നും വേണ്ട യാത്രയിൽ ഭൂമിയിൽ ഞാൻ ചെയ്ത നന്മകൾ കൂടെ പോരുന്ന കൂട്ടുകാർ. മുന്നമേ തൻ വൻകൃപയാൽ തന്നു സ്വർഗദർശനം. താരദീപമേന്തി ദൂതർ എന്നെ കാത്തു നിൽക്കുന്നു. സ്വർഗരാജ്യം ഹാമനോജ്ഞം സ്വപ്നത്തേക്കാൾ സുന്ദരം. ഭൂവിലെല്ലാം നിഴലു മാത്രം പൂർണ്ണത സ്വർഗത്തിൽ മാത്രം. നിത്യമായോ വാസസ്ഥലം എനിക്കുണ്ട് സ്വർഗത്തിൽ.